ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചുമ്മാ ഒരു ഗാർഡൻ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ചെറിയൊരു സ്റ്റോറിയും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇസ്രായേലിൽ വന്നിട്ട് 6 വർഷത്തോളം ആകുന്നു. ഈ അമ്മച്ചിയുടെ കൂടെ കൂടിയിട്ട് 2 വർഷത്തോളം ആകുന്നു. എൻ്റെ അമ്മച്ചി ഒരു അൽഷിമേഴ്സ് പേഷ്യൻ്റാണ്. അപ്പോൾ നല്ല ക്ഷമയോടെ വേണം അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. ദൈവം അനുഗ്രഹിച്ച ക്ഷമ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇതുവരെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എല്ലാ ജോലിയൊക്കെ ഉള്ളതുപോലെ അതിൻ്റെതായ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരും. നമ്മൾ തന്നെയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഇടയ്ക്ക് കയറി വരാറുണ്ട്. അത് സ്വാഭാവികം. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മച്ചീനെ സംബന്ധിച്ച് അമ്മച്ചിയോട് ഒരു കാര്യം ഇപ്പം പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ അമ്മച്ചി മറന്നു പോകും. അതാണ് അമ്മച്ചിയുടെ പ്രത്യേകത. പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് രാവിലെ അമ്മച്ചി എണീക്കുന്നപ്പോൾ തൊട്ട് അമ്മച്ചി കിടക്കുന്ന വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അതെല്ലാം കറക്റ്റ് തെറ്റാതെ വേണം ചെയ്യാൻ. കാരണം എന്തെങ്കിലും ഒരു ചേഞ്ചസ് അതിൽ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി പിന്നെ പെട്ടെന്ന് അമ്മച്ചിയുടെ മൂഡ് ചേഞ്ച് ആവും. അപ്പോൾ ഞാനത് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡെയിലി നടക്കുന്നൊരു സംഭവമാണ്. അമ്മച്ചി ഉച്ചയ്ക്ക് കിടക്കുന്നു, 3:30 4 മണിക്ക് എണീക്കുന്നു, ഞങ്ങൾ കാപ്പി കുടിക്കുന്നു, ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയാകുമ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു, കുറച്ച് കാറ്റ് കൊള്ളുന്നു, പിന്നെ നടക്കാൻ പോകുന്നു. അതാണ്. അപ്പോൾ ഈ അമ്മച്ചീനെ പുറത്തിറക്കി ഇരുത്തിയ ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരും. കുറച്ച് ഭാഗമേ ഉള്ളൂ, കാരണം മുറ്റത്ത് ഈ ഒലിവ് ട്രീ നിൽക്കുന്നത് കൊണ്ട് ഇലകൾ എപ്പോഴും കാണും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് ഇറങ്ങി അടിക്കുക എന്നുള്ളത് അതൊരു സ്ഥിരം ഒരു ആക്ടിവിറ്റിയാണ് എൻ്റേത്. ഈ ഒലിവ് ട്രീയുടെ കഥ പറഞ്ഞാൽ ഇതൊരു 10-40 വർഷമായ ട്രീ ആണ് അവർ പറയുന്നത്. ഒത്തിരി ഒലിവുകായ് ഇതിലുണ്ടാവാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മച്ചിനെയും കൂട്ടി ഒരു അരമണിക്കൂർ നടക്കാൻ പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വൈകുന്നേരത്തെ എൻ്റെ അമ്മച്ചിയുടെ ഒരു വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഡിന്നറായി കുറച്ച് ന്യൂസ് കാണുന്നു, അമ്മച്ചി പോയി കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.